ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ലയനസ് കുറുപ്പ് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ലെങ്ത് വീഡിയോ ഒന്നുമല്ല. ഞാൻ പൊതുവേ ലെങ്ത് വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഇന്നും ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ്. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും കൂടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഡെയിലി നിങ്ങളടുത്ത് പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. പക്ഷേ എൻ്റെ ഫോൺ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സ്റ്റോറേജ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ വീട്ടിലല്ലേ ഞാൻ കുക്ക് ചെയ്യുന്ന ഓരോ കറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനൊക്കെ കരുതും. പക്ഷേ എനിക്ക് എടുത്തു തരാൻ, അതുപോലെ തന്നെ ഫോൺ വെക്കാനുള്ളൊരു സ്റ്റാൻഡ് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ലൈറ്റ്സും കാര്യങ്ങളൊന്നുമില്ല. അതാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ ഞാൻ സംസാരിക്കുമ്പോൾ എന്താ ഇങ്ങനെ സംസാരിക്കണമെന്ന് തോന്നും, വേറെ ഒന്നുമല്ല. ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ സംസാരിക്കും കൂടുതലും ഇങ്ങനെ സംസാരിക്കേണ്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടിയത്തെ പല്ലും വന്ന ചേഞ്ച് നിങ്ങളടുത്ത് കാണിച്ചു തരാനാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പം ഇപ്പം സമയം ഒരു 6:30 ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ പാടത്തു കൂടിയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അന്ന് കാണിച്ചെന്നുണ്ടായിരുന്നല്ലോ, നമ്മുടെ ഇവിടെ നിറച്ച് യെല്ലോ പൂക്കളുണ്ട് എന്നൊക്കെ. ആ സ്ഥലത്തു കൂടിയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ മരുന്ന് വാങ്ങാൻ പോവുകയാണ്, വേറെ എവിടേക്കുമല്ല. അപ്പോൾ വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞ് ഞാനപ്പോൾ ഇതിവിടെ സീതമ്മയുടെ ഉടുപ്പാണ്, നമ്മളത് അടിച്ചു മാറ്റിയതാണ് ഗൈസ്. കുറേ മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കുറേ വീഡിയോസിലൊക്കെ. അപ്പം അതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ അതുപോലെ ജിമുക്ക നമ്മൾ ഇൻസ്റ്റ പേജായിട്ടുള്ള പിങ്ക് ഇയറിങ്സ് എന്നാണ് ഞാൻ വാങ്ങിയില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് കുറേ കണ്ടോ, നല്ല വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ ഇല്ല ഇവിടെ, അങ്ങനെ തോടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കരുതി ഇപ്പം അധികം ഇരുട്ടിയിട്ടില്ല, അപ്പോൾ മെഡിക്കൽ ഷോപ്പിലേക്ക് നമുക്ക് ഇപ്പം നടന്നിട്ട് പോകാം. പക്ഷേ തിരിച്ച് വരുമ്പോൾ നമുക്ക് ഈ പാടത്ത് കൂടെ വരണം. എനിക്ക് പേടിയാണ്, കാരണം ഒന്നും കൂടി ഇരുട്ടാവില്ല. അപ്പോൾ നമുക്ക് ബസ് കയറിയിട്ട് വരാം. ഒരു 10 രൂപ കൊടുത്താൽ മതി. 10 രൂപ കയ്യിൽ വെച്ചു, കാരണം ഇൻ കേസ് എനിക്കിപ്പം അങ്ങോട്ട് ബസ്സിന് പോകേണ്ട ആവശ്യമില്ല, നടന്ന് പോകാമെന്നേ ഉള്ളൂ, പേടിക്കാനില്ല, അധികം ഇരുട്ടാത്തതുകൊണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കാരണം നല്ല വെള്ളം പോകുന്ന സൗണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. തോട്ടിലൊക്കെ നല്ല വെള്ളമുണ്ട്, ഇതെല്ലാം പോകുന്നുണ്ട്. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ ഒരു വീഡിയോയിൽ. ഇതിനെയാണ് ഞാൻ പണ്ട് സ്കൂളിലൊക്കെ പോയായിരുന്നു. അപ്പോൾ ഞാൻ പോണ വഴിക്ക് പള്ളി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ മെഡിക്കൽ സ്റ്റോറ് അമ്മയുടെ മരുന്ന് അവിടെയാണ് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുള്ളത്. കാരണം ഇവിടെയുള്ള വേറെ മെഡിക്കൽ ഷോപ്പിലില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ മുൻകൂട്ടി ഏൽപ്പിച്ചിട്ടുള്ളതാണ്. കണ്ടിന്യൂസായി അമ്മ കഴിക്കണതിനെ കൊണ്ട്. അപ്പോൾ നമ്മളത് വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ പുതിയൊരു ഇൻ്റർവ്യൂ ഇറങ്ങിയിട്ടുണ്ട്. ശാൽ ചേച്ചിയാണ് ആങ്കറായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കാണുക. അപ്പോൾ നമ്മളിത് നടന്ന് പോയിക്കൊണ്ടിരിക്കണോ, പാടത്തു കൂടെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പണ്ടെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ സൈക്കിളൊക്കെ ചവിട്ടിയിട്ട് സ്കൂളിൽ പോയിരുന്നു. എന്നെ കാണുമ്പോൾ കൊള്ളാം, നല്ല സുന്ദരിയായിട്ടില്ലേ. ഈ ബാഗിൽ എന്താണെന്ന് കരുതും, ബാഗിൽ മരുന്ന് വാങ്ങാനുള്ളൊരു 300 രൂപയും പിന്നെ പ്ലസ് 10 രൂപയും പറഞ്ഞല്ലോ ബസ്സിന് തിരിച്ച് വരാൻ വേണ്ടിയിട്ട്. അതിനാണ് ബസ്സിന് ഇറങ്ങിയാലും പിന്നെ എനിക്കൊരു 10 മിനിറ്റ് നടക്കാനുണ്ട് വീട്ടിലേക്ക്. അപ്പോൾ പക്ഷേ എന്തായാലും ഈ പാടത്തു കൂടെ തിരിച്ച് വരവേ എനിക്ക് ഒത്തിരി പേടിയുണ്ട്. അതുകൊണ്ടാണ്, കാരണം ഒന്നാമതായാലും മഴക്കാലം കൂടിയാണ്, അതിൽ പാമ്പ് ഇതൊക്കെ മതിയല്ലോ. അപ്പോൾ അത് കാരണം എനിക്കതൊക്കെ ഭയങ്കര പേടിയാണ്. കാരണം ഇപ്പോൾ പുല്ലിൻ്റെ ഇടയിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ വല്ലതും കൊണ്ട് തൊട്ടാവാടി എങ്ങാനായിരിക്കും. അതുകൊണ്ടിട്ടാണെങ്കിലും കാല് പൊട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് മേ ബി ഞാൻ ഈ ഒരു വീഡിയോ പാർട്ട് 2 ആയിട്ട് ഇടുന്നു തോന്നുന്നുണ്ട് ഗൈസ്. കാരണം ഞാനിങ്ങനെ സംസാരിച്ചു കൊണ്ട് പോവുമല്ലേ. കണ്ടു ഇവിടെയൊക്കെ മരം ഇങ്ങനെ ചാഞ്ഞ് കിടക്കുകയാണ്. നമുക്ക് വെള്ളപ്പൊക്കം, ഈ മഴക്കാലമായി കഴിഞ്ഞാൽ വെള്ളം കയറുക അങ്ങനത്തെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മുടെ ആ ഭാഗത്ത്, എൻ്റെ വീടിൻ്റെ ഭാഗത്ത്. പക്ഷേ ഈ ഭാഗത്തൊക്കെ കൂടുതലും ഇങ്ങനെ തോട്, ഇവിടെ വീടുകൾ ഈ സൈഡിലും